അനസ, ലോകകപ്പ് ഫൈനലിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശമുണ്ട്? എന്താണ് അവസാന പ്രതീക്ഷ? I'm a big fan of Spain. First of all, thank you so much. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എസ്പെഷ്യലി കേരളത്തിൻ്റെ പ്രതിഭകളിൽ നിറഞ്ഞാടിയ പാപ്പച്ചൻ സാറുടെ കൂടെയൊക്കെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് സെക്കൻഡ്ലി, ഞാനൊരു ബിഗ് ഫാൻ ഓഫ് സ്പെയിനാണ്. സോ തീർച്ചയായിട്ടും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും, സ്പെയിൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്നാണ് ആസ് എ സ്പെയിൻ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം എന്തായാലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇതിഹാസങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത് കരിയറിലെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ലോകകപ്പാണ്. താങ്കളും ഒരുപാട് കാലം ഇന്ത്യക്ക് വേണ്ടിയും ഫുട്ബോൾ കളിച്ചതാണ്. ഈ 39 വയസ്സിലൊക്കെ ഒരാൾ ഈ രീതിയിലൊക്കെ കളിക്കുന്നത്, അതും കരിയറിലെ പീക്ക് ടൈമിലൊക്കെ കളിക്കുന്ന ഒരു പ്രൈം മെസ്സിയെ കാണുകയാണ് നമ്മൾ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്പാരിസൺ ഇല്ലാത്തൊരു പ്ലെയറാണ് ലയണൽ മെസ്സി. തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് പ്ലാനറ്റ് പ്ലെയർ, ഗോഡ് ഗിഫ്റ്റഡ് പ്ലെയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഫറെൻറ്റ് പ്ലാനറ്റ് പ്ലെയർ, നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരിക്കലും ഇല്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ടീമുകൾ അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പെയിനെ സപ്പോർട്ട് ചെയ്തിട്ട് സ്പെയിൻ ജയിക്കുന്നത്. തീർച്ചയായിട്ടും ടോപ്പ് ക്ലാസ് പ്ലെയറാണ്, വേൾഡ് ക്ലാസ് പ്ലെയറാണ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ടീം വിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ടീമിൻ്റെ കൂടെ കോൺഫിഡൻസ് കാത്തു സൂക്ഷിക്കുക നമ്മൾ എന്നുള്ളതാണ് ആസ് എ ഫുട്ബോളർ എന്നുള്ള നിലയ്ക്ക് എനിക്കും കൂടെ പറയാനുള്ളത്. പക്ഷേ മെസ്സിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അർജൻറ്റീന ടീമിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ എന്തായാലും ഡിസ്റെസ്പെക്റ്റ് ഒരിക്കലും ഇല്ല. വിത്ത് ഓൾ റെസ്പെക്റ്റിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാനൊരിക്കലും ഒരു ബ്രസീൽ ഫാനോ പോർച്ചുഗൽ ഫാനോ അല്ലാത്തത് കൊണ്ട്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്പെയിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ഗെയിം എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ മോർ ദാൻ 100% കൊടുക്കുക എന്നുള്ളതല്ലേ. അത് കളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ആരാധിക്കുക എന്ന് പറയുമ്പോഴും ഓണസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സാണ്, ഹങ്കറാണ് അർജൻറ്റീന ടീം. തീർച്ചയായിട്ടും ഓരോ പ്ലെയറെടുത്തും ഡിഫറെൻറ്റ് ടാലൻ്റാണ്. ആക്ച്വലി അവരെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് കളിക്കുമ്പോൾ അവർ ഡിഫറെൻറ്റ് ഫീലിനാണ് അർജൻറ്റീന കളിക്കുന്നത്. സ്പെയിൻ്റെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിലും അതിനെ ആരാധിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് പ്രഷർ അല്ലെങ്കിൽ വികാരമില്ലാതെ ഫുട്ബോൾ കാണാം എന്നുള്ളതാണ് ആക്ച്വലി സ്പെയിൻ്റെ ഏറ്റവും കൂടുതൽ നല്ല ടാക്ടിക്സ്. തീർച്ചയായും അനസ് തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം സി വി പാപ്പച്ചൻ കൂടി ചേരുകയാണ്. സി വി പാപ്പച്ചൻ, സ്വപ്ന ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അർജന്റീനയും മെസ്സിയും തുടർച്ചയായ രണ്ടാം ഫൈനലിലേക്ക് വരുന്നു. സ്പെയിൻ എതിരാളിയായി വരുന്നു. സ്പെയിനെ സംബന്ധിച്ച് രണ്ടാം കിരീടം എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. രണ്ട് ടീമുകളും അപരാജിതരാണ് ഈ ലോകകപ്പിൽ എന്നതറിയാം. അതാണ് ഏറ്റവും ആവേശകരമാക്കുന്നതും. കാരണം ഒരാൾ ആദ്യമായി ഈ ലോകകപ്പിൽ ഒരു പരാജയം നേരിടാൻ പോകുന്നു എന്നത് നമുക്കറിയാം. അതിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് ഫൈനലിലെ പ്രതീക്ഷ? അപ്പോൾ അർജൻറ്റീനയുടെ ആ ഭാഗത്ത് നിന്നുള്ളത് പറഞ്ഞാൽ അവരിപ്പോൾ ഒരു എന്താ പറയുക, മുമ്പ് കണ്ടിരുന്നുള്ള പോലത്തെ ഒരു അർജൻറ്റീൻ ടീമല്ല. വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും വളരെ എന്താ പറയുക, മെസ്സിക്ക് ഈ ട്രോഫിയും കൂടി ഈ വർഷത്തെ വേൾഡ് കപ്പും കൂടി എടുത്തു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത്രയും നല്ല ഫൈറ്റാണ് അവർ. പക്ഷേ അത്ര ഈസി അല്ല. കാരണം സ്പെയിൻ കളിക്കുന്നതും അർജൻറ്റീന കളിക്കുന്നതും ഏകദേശം ഒരേപോലെ. കാരണം ഈ സ്പെയിനിലെ ഒരു മെസ്സിയൊക്കെ ആദ്യകാലത്ത് കളിക്കുന്ന സമയത്ത് അവരാണ് ഈ ടിക്ക് ടാക്ക എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിൽ കളിച്ചിരുന്നത്. ടക്ക് ടക്ക് കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് ഇങ്ങനെ ആ കളി കളിച്ചിരുന്ന ടീമാണ് അവരാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ബാച്ച് അവരുടെ ഇനിയാസ്റ്റ അങ്ങനെ ഒരു ടീമുണ്ട് അവരുടെ. അതുപോലെ പിന്നീട് കുറച്ച് കാലത്ത് നെയ്മർ വന്നു, പിന്നെ സൊറാസൊക്കെ ആ ടൈമിലാണ് അവർ കളിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഇപ്പം മെസ്സി കളിക്കുന്നത് അമേരിക്കയിലാണെങ്കിലും സ്പെയിൻ്റെ കളിയുടെ ശൈലി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ അർജൻറ്റീനയും കളിക്കുന്ന കാര്യം അവരുടെ എല്ലാ കളിക്കാരും കളിക്കുന്നത് യൂറോപ്പിലാണ്. അവരെ എല്ലാ പ്രൊഫഷണൽ കളിക്കാരും ഓൾമോസ്റ്റ് എല്ലാവരും പല വിവിധ ക്ലബ്ബുകളിലായിട്ട്, ഇപ്പോൾ അറ്റ്ലാന്റിക് മാഡ്രിഡ്, പിന്നെ ആർസനലാണ്, അങ്ങനെ എല്ലാ ക്ലബിലും കളിക്കുന്നവരാണ്. അപ്പോൾ അവർക്കും ഇതേ ഫീൽ തന്നെയാണ്. പക്ഷേ സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ സ്പെയിൻ ഫൈനൽ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിയെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും ഈ ഇതുവരെയുള്ള കളിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അർജൻറ്റീനയ്ക്കാണ് ഒരു ചെറിയൊരു മുൻതൂക്കം ഉള്ളത്. പക്ഷേ കളി ടൈറ്റാണ്. കാരണം അവരുടെ സൈഡും ഇതേപോലെ തന്നെയാണ്. എല്ലാവരുടെയും സൈസും ഒക്കെ ഒരു ഒത്തിണങ്ങി വന്നിട്ടുള്ള രണ്ട് ടീമാണ് ഇപ്പോൾ ഇന്ന് ഫൈനൽ കളിക്കുന്നത്, സ്പെയിനായാലും അർജൻറ്റീന ആയാലും. അപ്പോൾ
കളി നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളൊരു ഊഹം വെച്ച് പറയുന്നു മാത്രം. പക്ഷേ റിസൾട്ട് കളി കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റില്ല. കാരണം അത്രയും എന്താ പറയുക ഫൈറ്റ് ആയിരിക്കും ഗെയിം. ചിലപ്പോൾ വൺ സൈഡായിട്ട് മാറാം. എന്നാലും അർജൻറ്റീന വിട്ടുകൊടുക്കില്ല. കാര്യം അവരുടെ എന്താ പറയുക അവരുടെ കളിക്കാരെല്ലാവരും എന്താ പറയുക വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അവരുടെ ഡിഫൻസൊക്കെ വളരെ വളരെ ഈസി ആയിട്ടാണ് അവർ കളിക്കുന്നത്. ഒരു ബഹളമില്ല, പേടിയില്ല. കഴിഞ്ഞ കളിക്ക് തന്നെ രണ്ട് ഡിഫൻസ് അവരുടെ ഫോർവേഡ്സ് വന്നപ്പോൾ രണ്ടുപേരെയും വളരെ നിസ്സാരമായിട്ടാണ് അവരുടെ സ്റ്റോപ്പർ ബാക്ക് റൊമാറോ എടുത്ത് കട്ട് ചെയ്ത് പാസ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻസിലാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തന്നെയാണ് സ്വല്പം മുൻതൂക്കം. എന്നാലും പെട്ടവർക്കിൽ സ്പെയിനും ഉണ്ട്. കാരണം അവരും അത്ര നമുക്ക് എഴുതി തള്ളേണ്ട ടീമല്ല. തീർച്ചയായിട്ടും നല്ലൊരു ഫൈനലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ CKP ഷാനവാസ് കൂടി ചേരുകയാണ്. CKP ഷാനവാസ്, അവിടെ കാലിക്കറ്റ് സെൻട്രലിൽ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ് ആളുകൾ എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇനി അധികം മണിക്കൂറുകളില്ല ഈ കാത്തിരിപ്പിന്. വലിയ ആവേശം കോഴിക്കോടും കാണാൻ. എന്താണ് അവസാനത്തെ പ്രതീക്ഷ? കോഴിക്കോട് ഇന്ന് രാവിലെ തൊട്ട് കോഴിക്കോട് സ്ട്രീറ്റിൽ മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചത് അർജന്റീനയുടെ ജേഴ്സി ഇട്ടിട്ട്, എവിടെ മാർക്കറ്റിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഹോട്ടലിലും അതുപോലെ എല്ലായിടത്തും. ഇപ്പം ഇവിടെ എനിക്ക് ഒരു 20-ലടുത്ത് ബിഗ് സ്ക്രീൻ സെൻറ്റേഴ്സ് ഉണ്ട് കാലിക്കറ്റിൽ. അതിലേറ്റവും വലുതാണ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ വളരെ അധികം ആവേശത്തോടുകൂടി, ഇപ്പോൾ ഗവൺമെൻറ് അവധി കൂടി പ്രഖ്യാപിച്ചപ്പോൾ ഇതൊരു വലിയൊരു ഉത്സവമായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ഈ ഇത്രയും വലിയ ഫൈനൽ, ഒരു വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫൈനൽ കളിക്കുമ്പം ലോകം മുഴുവനുള്ള കാണികൾ, അതിൽ നമ്മൾ കേരളവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കോഴിക്കോടും അതിൽ വലിയൊരു ഭാഗം, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും, കോഴിക്കോട് എന്നല്ല. അപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ ടീമിൻ്റെ ജേഴ്സി ആയിട്ട് സ്പെയിൻ്റെയും അർജൻറ്റീനയുടെയും ജേഴ്സിയൊക്കെ അണിഞ്ഞുകൊണ്ട് വളരെയധികം ആവേശത്തിലാണ് ഫൈനലിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫുട്ബോളിൻ്റെ, ഞാനിത് ബ്രസീലിലൊക്കെയാണുള്ള സമയത്ത്, വേൾഡ് കപ്പ് സമയത്ത് ഞങ്ങൾ കാണും. ബ്രസീൽ മത്സരത്തിൻ്റെ ആ സമയത്തൊക്കെ ബ്രസീൽ ആ ടൂർണമെൻറ്റിൽ ആളുകൾ ബ്രസീലിൻ്റെ ജേഴ്സി ഇട്ടിട്ട് നടക്കുള്ളൂ, ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ. അപ്പോൾ ആ രീതിയിലുള്ളൊരു കൾച്ചർ നമുക്ക് ഇവിടെ ഉണ്ടായിട്ട് അത് ഫുട്ബോളിൽ വളരെയധികം ഗുണം ചെയ്യും തീർച്ചയായിട്ടും. ആദ്യം അനസ്, നമുക്ക് പരിശീലകരെ കുറിച്ച് കൂടി പറഞ്ഞു പോകാമെന്ന് തോന്നുകയാണ്. കാരണം ലിയോണൽ സ്കലോണി എന്ന ഒരു പരിശീലകൻ കൂടിയാണ് സത്യത്തിൽ ഇന്നത്തെ ഈ അർജന്റീന ടീമിന്റെ ഈ തരത്തിൽ ഒരു ഒത്തൊരുമയുള്ള ഒരു സംഘമാക്കി അത് മാറ്റുന്നത്. ഓരോ മത്സരത്തിലും ഓരോ ടാക്ടിക്സുമായി വരുന്നു. അദ്ദേഹം പലപ്പോഴും പറയുന്നത് അടുത്ത മത്സരം മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്ന തരത്തിലാണ് പോയത്. അത് നമ്മൾ കഴിഞ്ഞ 2 ലോകകപ്പുകളിൽ കാണുന്നു, കോപ്പ അമേരിക്കയിൽ കാണുന്നു. ഈ തരത്തിൽ കൂടി ഈ ടീമിനെ ഈ രീതിയിൽ ഒരുക്കുന്നതിൽ സ്കലോണി എന്ന ആ ഒരു പരിശീലകന്റെ പങ്ക് പറയാതെ വയ്യ. തീർച്ചയായിട്ടും ആക്ച്വലി ഈ ഫൈനലിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എന്നുള്ള ഫീലാണ് എനിക്കെന്നല്ല ഈ ലോകത്തിലെമ്പാടുള്ള ഫുട്ബോൾ ഫാൻസിന്. ഫൈനലിസിമ എന്ന് പറഞ്ഞിട്ട് GCC കൺട്രിയിൽ നടക്കാനിരുന്ന ഒരു ഫൈനൽ കൂടെയാണ് ഈ വേൾഡ് കപ്പ് ഫൈനൽ. കാരണം സ്പെയിനും അർജന്റീനയും എനിക്ക് തോന്നുന്നു GCC കൺട്രിയിൽ നടക്കേണ്ടിരുന്ന യുദ്ധ റീസണിലാണ് ആ മാച്ചസ് ഇല്ലാതായത്. അതും കൂടെ നോക്കി കാണാം ഈ ഫൈനൽ. കാരണം ആ മാച്ച് അവിടെ നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇതും കൂടെ കമ്പാരിസൺ ആയിട്ട് അത് കൂട്ടിച്ചേർത്തിട്ടായിരിക്കും വേൾഡ് കപ്പിനെ എല്ലാവരും ആവേശത്തോടെ കാണുന്നത്, അതറിയുന്ന ആളുകൾ. അതിലുപരി തീർച്ചയായിട്ടും വിത്തൗട്ട് പ്രഷറിലാണ് സ്കലോണി എപ്പോഴും ഡഗൗട്ടിൽ ഉണ്ടാവാറുള്ളത്. മേ ബി റീഡ് ചെയ്യായിരിക്കും, ഓപ്പോസിറ്റ് ടീമിനെ റീഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ടാലൻ്റാണ് ഒരു കോച്ചിൻ്റെ. എൻ്റെ ടീം കളിക്കുന്നത് ആസ്വദിച്ച് നിൽക്കല്. കളിക്കുന്ന ടൈമിൽ ചില പ്ലേയേഴ്സ് ഉണ്ടാവും, കളി കണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടാവും, കാണികളല്ലാതെ തന്നെ കളിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഫോക്കസ്ഡ് അല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സ്വന്തം പ്ലേയേഴ്സിൻ്റെ കളി കണ്ടിരിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കോച്ചസ് ഉണ്ട് വേൾഡിൽ. പക്ഷേ സ്കലോണിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ മൂമെൻറ്റുകളും, അല്ലെങ്കിൽ ഗോളടിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഓരോ ടാക്കിൾ ടൈമാണെങ്കിലും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാളിറ്റി പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ടൈമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കൂടുതൽ എക്സൈറ്റഡ് അല്ലാതെ നെക്സ്റ്റ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് എന്നുള്ളതുള്ള അത് തീർച്ചയായിട്ടും ആ കോച്ചിൻ്റെ ഫേസിലും എക്സ്പ്രഷനും, ഈവൻ ഗോൾ അടിക്കുമ്പോൾ ലയണൽ മെസ്സി വരെ ഗോൾ അടിക്കുന്ന ടൈമിൽ വരെ വിത്തൗട്ട് എക്സ്പ്രഷനിൽ എന്താണ് നെക്സ്റ്റ് എന്നുള്ള ചിന്തയിലൂടെയാണ് ആ കോച്ച് പോകുന്നത്. തീർച്ചയായിട്ടും വിത്ത് ഓൾ റെസ്പെക്ട് അങ്ങനെയുള്ള കോച്ചസ്മാർ വേൾഡിലെ എല്ലാ ടീമുകൾക്കും ഉണ്ടാകുമ്പോൾ അത് ടീമിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാനേജ്മെൻറ്റ് സാധനമാണ്. അതിലുപരി ഒരു അർജന്റീൻ ടീമും കാണുന്നത് എനിക്ക് തോന്നുന്നത് മെസ്സിൻ്റെ കൂടെ കളിക്കുന്ന
അർജന്റീനൻ പ്ലേയേഴ്സ്, അതൊരു മെസ്സി ആരാധകർ കൂടെയാണ് ആ പ്ലേയേഴ്സ് എന്നുള്ളതാണ്. കാരണം മെസ്സിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഈ ട്രോഫി അടിക്കുക, മെസ്സി ആരാധകരാണ് കൂടുതലും മെസ്സി അർജന്റീനൻ ടീമിലുള്ള പ്ലേയേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോസിറ്റീവ് സാധനങ്ങളുണ്ട്. സ്പെയിൻ്റെതെന്ന് പറയുമ്പം കംപ്ലീറ്റ് ഒരു പ്രൊഫസർ ഫീലാണ് ആക്ച്വലി, ഫുട്ബോൾ കോച്ചസിൻ്റെ കോച്ച് എന്നുള്ളൊരു ഫീല് ആക്ച്വലി സ്പെയിൻ്റെ കോച്ചിനുണ്ട്. തീർച്ചയായും താങ്കളും ഈ ഇന്ത്യക്ക് വേണ്ടി അവസാന നിമിഷം വരെ പരമാവധി കളിച്ച ഒരാൾ കൂടിയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കൊരു സീനിയോറിറ്റി എന്ന ഘടകം കൂടിയുണ്ട്. ഓരോ താരങ്ങൾക്കും അവർ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ ഒരു പരിശീലകൻ തയ്യാറാവുക എന്നത് കൂടി പലപ്പോഴും കളിയിലും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പരേഡ് ചില കാര്യങ്ങൾ സ്കലോണിയുമായി വളരെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പുറത്തുനിന്ന് ആ സ്ക്രീനിൽ കാണാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാകുന്നു. ചില ടാറ്റിക്സുകളൊക്കെ ആ രീതിയിൽ കൂടിയാണ് മാറുന്നതെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. ഇത് സീനിയർ താരങ്ങളെ കേൾക്കുക എന്നത് കൂടി ഒരു പരിശീലകന്റെ ഒരു ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മളൊരു പ്ലെയറെ അതെന്തായാലും ഓൺ ദ ഫീൽഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ കോച്ചിനോട് ഷെയർ ചെയ്യുമ്പോൾ അത് എൻ്റേത് മാത്രമല്ല, കംപ്ലീറ്റ് പ്ലെയറാണ്, ടീം ഗെയിമാണ് ഫുട്ബോൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് തീർച്ചയായിട്ടും അത് ലേൺ ചെയ്യുക എന്നുള്ളത്. അത് ചെറിയതാണെന്നുണ്ടെങ്കിലും വലിയതാണെങ്കിൽ എൻ്റെ പ്ലെയർ ആണെന്നുണ്ടെങ്കിലും എൻ്റെ കോച്ചാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നോ, അത് ഏത് പ്രൊഫഷനാണെന്നുണ്ടെങ്കിലും അതൊരു പോസിറ്റീവായിരിക്കും ടീമിനുണ്ടാവുക. വി ആർ എ ഫാമിലി. സോ ഏത് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് അത് സംസാരിക്കുന്ന ടൈമിൽ ഇതിലെന്തോ പോസിറ്റീവ് സാധനം ഉണ്ട് എന്ന് പറയുന്ന ആ ടാറ്റിക്സ് കോച്ച് കണ്ടെത്തി മനസ്സിലാക്കി അതിന് എന്താണോ പ്ലേയേഴ്സിൻ്റെ ഇടയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക, അതായിരിക്കും ഒരു കോച്ചിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വെൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സാണ് അർജന്റീന പ്ലേയേഴ്സും. സോ അവരെ എല്ലാ വേർഡുകളും എല്ലാ ടാറ്റിക്സുകളും ഒരുമിച്ചിരുന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ടീമിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ്. സ്പെയിൻ ഫുട്ബോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. 2010 മുതൽ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരേ ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ടീമാണ് സ്പെയിന്. ഒരേ ഗെയിം സ്റ്റൈൽ, ഒരേ ടാറ്റിക്സ്, ഒരുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന ഒരേ ടീം. ഇനിയിപ്പോൾ 2-3 പ്ലെയർ പോയേക്കാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇനിയസ്റ്റ, സാവി, ബുസ്കറ്റ് പോയപ്പം റോഡ്രി, പെഡ്രോ, ജാവി, ഒരുപാട് പ്ലേയേഴ്സ് ഇനി വരാനുള്ള ടാലൻറ്റുകളും ഒക്കെ ഒരേ ടാക്ടിക്സിലൂടെ അല്ലെങ്കിൽ സ്പെയിൻ ഫുട്ബോൾ ഒരേ പ്രൊഫഷൻ ഒരേ ടാക്ടിക്സിലൂടെ തന്നെ വരണം, ഒരേ ഫുട്ബോൾ തന്നെ കാഴ്ചവെക്കണം എന്നുള്ള ഒരു ലോങ് ടേം പ്രൊജക്റ്റിലൂടെയാണ് ഇവർ സ്പെയിന് വരുന്നത്. സോ രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാധനമായിട്ട് ഒരേ ഗെയിം സ്റ്റൈൽ മീൻസ് ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വികാരമില്ലാതെ ടെൻഷനില്ലാതെ സ്പെയിൻ്റെ ഫുട്ബോൾ കാണാൻ പറ്റും. തീർച്ചയായും അത് തന്നെയാണ്. ഈ പരിശീലകരെ സംബന്ധിച്ച് ഓരോ പരിശീലകർ മാറുമ്പോഴും അവരുടെ ഒരു ശൈലി അതിൽ മാറ്റം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സ്പെയിൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പരിശീലകർ മാറിയാലും സ്പെയിനിന് വലിയ ശൈലി മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. CK പി ഷാനവാസ്, എന്തായാലും നമ്മൾ ഈ പരിശീലകരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ 2 പരിശീലകരെ വിലയിരുത്തുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലിയോണൽ സ്കലോണിയുടെ അധ്യാപകൻ കൂടിയാണ് ഈ കോച്ചിങ് ക്ലാസ്സുകളിൽ ഫിയൻ്റെ ഉണ്ടായിരുന്നത്. ആ തരത്തിൽ കൂടിയുള്ള ഒരു ബന്ധം രണ്ടുപേർക്കും ഉണ്ട്. എന്തായാലും 2 ശൈലിയിൽ കളിക്കുന്ന ടീമുകളാണ്. 2 തരത്തിൽ ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലുമുള്ള ശക്തരായ 2 ടീമുകളാണ്. ആ ഒരുപാട് സാമ്യതകൾ ഒരു ഭാഗത്തുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളും ഒരു ഭാഗത്തുണ്ട്. ഈ 2 പരിശീലകരുടെ തന്ത്രങ്ങൾ കൂടിയുള്ള ഒരു പോരാട്ടമാകും ഇന്ന്. അതെ, അത് സംശയമില്ല. 2 ഏറ്റവും വലിയ ഇത് മത്സരവേദിയിലുള്ള 22 കളിക്കാരോടൊപ്പം തന്നെ ഈ കളിക്കാരെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു മികച്ച 2 കോച്ചുകൾ. സ്കലോണി 86-ാം മിനിറ്റിൽ ലോട്ടറോ മാർട്ടിനസിനെ ഇറക്കുമ്പോൾ അത് ഒരു ഗോളിലേക്ക് കൺവേർഷൻ വരുന്ന രീതിയിലേക്കൊരു ഗെയിം ചേഞ്ച് ഉണ്ടാവുന്ന നമ്മൾ കണ്ടു. അത് ടീമിൻ്റെ വിധി എഴുതിയ നിർണായക നിമിഷം. അത് ഒരു മത്സരം എന്നല്ല, ഇപ്പോൾ ഇന്നിപ്പോൾ 8ാമത്തെ മത്സരമാണ് ഫൈനൽ കളിക്കാൻ വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 7 മത്സരങ്ങളിലും പ്ലേയേഴ്സിനെ വളരെ വ്യക്തമായി അനലൈസ് ചെയ്ത് ഇവരൊക്കെ വളരെ എക്സ്പീരിയൻസ് ആണ്. ടീമിനെ എന്താ പറയുക വളരെ മികച്ച രീതിയിൽ ടീമിനെ ഫീഡ് ചെയ്ത് കൊണ്ടുവന്നത്. പ്രത്യേകിച്ചിട്ട് മെസ്സിയെ പോലുള്ളൊരു കളിക്കാരൻ നമുക്കറിയാം 2016 വേൾഡ് കപ്പിൽ അദ്ദേഹം 29-ാം വയസ്സിൽ അന്ന് വിരമിക്കാം. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പ്ലെയർ പീക്ക് ടൈം എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ടൈമാണ്. ഇന്നിപ്പോൾ 39-ാം വയസ്സിലും വേൾഡ് കപ്പ് പോലുള്ള വലിയ ഹൈ പ്രൊഫൈൽ മാച്ചസ് കളിക്കാൻ 39-ാം വയസ്സിലും താരങ്ങൾക്ക് പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെസ്സിയൊക്കെ ഈ സമയത്ത് പെർഫോം ചെയ്യുന്നത്. മെസ്സി, ലൂക്ക മോഡ്രിച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം പറയുമ്പം 2 കോച്ചസും, അപ്പോൾ ലൂയിസ് ഡെൽഫോണ്ടെ അദ്ദേഹത്തിന് ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പട തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. 2010
ജയിച്ച ടീമും ഇന്നത്തെ ടീമും വെച്ച് നോക്കുമ്പോൾ നിക്കോ വില്യംസിനെ പോലുള്ള താരങ്ങൾ അദ്ദേഹത്തിന് വലിയ അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അവസാന മത്സരത്തിൽ കളിച്ചു. നിക്കോ വില്യംസും അതുപോലെ തന്നെ പെഡ്രോയും റോഡ്രിയും അതുപോലെ യമാലും ഒയസബാലൊക്കെ എന്ന് വെച്ചാൽ ഗോളടി മികവിൽ ഇപ്പം സ്പെയിൻ്റെ ടോപ്പ് സ്കോർ ലെവലിലേക്കാണ്. കോച്ച് വളരെ കൃത്യമായി, 2 കോച്ചസും വളരെ കൃത്യമായി പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വേൾഡ് കപ്പിൽ. അവർ കോച്ചസ് തമ്മിലൊരു കോൺടെസ്റ്റ് ഇതിൽ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ മുമ്പ് ജോസെ മൊറീഞ്ഞോ ഒരു പ്ലെയർ ഇറക്കുന്ന സമയത്ത് ഇപ്പുറം ആർസൻ വെംഗർ ആണെങ്കിലും വേറൊരു തന്ത്രം ട്രൈ ചെയ്യും. അത് നമ്മൾ മുൻകാലങ്ങളിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ലാലിഗ മത്സരങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഈ രാജ്യാന്തര തലത്തിലുള്ള മത്സരങ്ങൾ പോലും നടക്കുമ്പോൾ പല വിവിധ ക്ലബ്ബുകളിൽ നിന്ന് വരുന്ന താരങ്ങളാണ്. അപ്പോൾ അവർ വളരെ നല്ല ഈ ഷോർട്ട് പീരീഡിൽ വളരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോയി. എനിക്കൊന്ന് ഒരു തുല്യ ശക്തികളുടെ പോരാട്ടം തന്നെയാണ് ഇന്ന്. തീർച്ചയായും കണക്കുകളിലും അത് തന്നെയാണ്. കാരണം 14 മത്സരങ്ങൾ പരസ്പരം 2 ടീമും കളിച്ചു. അതിൽ 6 വീതം മത്സരങ്ങളിൽ 2 ടീമും ജയിച്ചു, 2 മത്സരം സമനിലയായി. അതുകൊണ്ടൊരു തുല്യശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ പറയാം. സി വി പാപ്പച്ചൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. പണ്ട് മുതലേ സി വി പാപ്പച്ചൻ ഒരു ജർമ്മൻ ആരാധകനാണെന്ന് അറിയാം. ഇപ്പോഴും അതേ ടീം തന്നെയാണോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരം? അതെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ അർജൻറ്റീന അല്ലെങ്കിൽ ബ്രസീലിനോട് തോന്നുന്ന ആ ഒരു ഫീൽഡിലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അന്ന് ടി വി ഒക്കെ വളരെ കുറവാണ്. 82 വേൾഡ് കപ്പ് നടക്കുമ്പോൾ അന്ന് ജർമ്മനി ഫൈനൽ വന്നു. അന്ന് ബ്രസീലായിട്ട് ഫൈനലിൽ അവർ തോറ്റു. അപ്പോൾ അന്ന് നമ്മൾ കൂടുതലും വായിക്കുന്ന വേൾഡ് കപ്പിൻ്റെ ആരംഭം മുഴുവൻ നമ്മൾ വായിച്ചാണ് കേൾക്കുന്നത്. പിന്നീട് അത് കാസറ്റുകളാണ് വരിക. അന്ന് പോലത്തെ കാസറ്റല്ല, ഒരു JCB എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ട് ഇങ്ങനെ കറങ്ങുന്നത് പണ്ടത്തെ. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ കളി കാണുന്നത്, അവരുടെയൊക്കെ കളി കാണുന്നത്. അതുപോലെ പലയുടെയൊക്കെ കളി കാസറ്റ് അന്ന് ഇറക്കിയിട്ട് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് 82 ടി വി ഒന്നും അത്ര പ്രാബല്യത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ 86 ആയപ്പോഴേക്കും കുറച്ചും കൂടി ടി വികളൊക്കെ വന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ വീട്ടിൽ ടി വിയില്ല, ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് അന്ന് ഈ കളി മുഴുവൻ കണ്ടിരുന്നത്. അപ്പോൾ അന്ന് ആ വർഷം ജർമ്മനി ഫൈനൽ വന്നു. പക്ഷേ ഓപ്പോസിറ്റ് അർജൻറ്റീന ആയിരുന്നു. അപ്പോൾ 86 ആ ട്രോഫി അർജൻറ്റീന കൊണ്ടുപോയി. 90 വീണ്ടും കളിച്ചു. പക്ഷെ 90 വീണ്ടും അർജൻറ്റീന ഫൈനൽ വന്നു. പക്ഷേ അതേ പ്രാവശ്യം ജർമ്മനി ആണ് ജയിച്ചത്. അപ്പോൾ അന്ന് കുട്ടിയെ സമയത്ത് മനസ്സിൽ പതിഞ്ഞ ഒരു ടീമിൻ്റെ ഒരു ഇതായിരുന്നു അന്നത്തെ. അപ്പോൾ അതുകൊണ്ടാണ് അന്നും ആ ഇഷ്ടം നമ്മുടെ മനസ്സിലുള്ളത്. ഇന്നും നമുക്ക് അവരോട് തന്നെയാണ്, ജർമ്മനി തന്നെയാണ്. കാരണം എനിക്ക് ജർമ്മനിയുടെ ആ ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കൊരു 94-95 കാലഘട്ടത്തിൽ എനിക്ക് ജർമ്മനി പോകാനും അവരുടെ സെക്കൻഡ് ഡിവിഷൻ കളിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടി. 4 മാസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ശരിയാവാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. പക്ഷേ ഞാൻ 4 മാസം ജർമ്മനിയിൽ എനിക്ക് അവിടുത്തെ ഒരു ക്ലബ്ബിൽ കളിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രാക്ടീസും ചെയ്തു. അപ്പോൾ പിന്നെ അത് തിരിച്ചു പോകുന്നതാണ്. പക്ഷേ അന്ന് മുതൽ മനസ്സിൽ പതിഞ്ഞ ടീമായതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ചോദിച്ചാൽ മെസ്സി എന്ന് പറയും, അർജൻറ്റീന എന്ന് പറയും, നെയ്മർ പറയും, ബ്രസീൽ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ കുട്ടികളായിരിക്കുമ്പോഴാണല്ലോ മനസ്സിൽ പതിയുന്നത്. അങ്ങനെ പതിഞ്ഞു പോയൊരു ടീമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ കുട്ടികൾ എത്ര വലുതായാലും ഈ അർജൻറ്റീന തോറ്റാൻ പോലും ആ മനസ്സിൽ നിന്ന് അർജൻറ്റീന എന്നുള്ള പേര് പോകുന്നില്ലല്ലോ. അതേപോലെ തന്നെ ജർമ്മനി മനസ്സിൽ പതിഞ്ഞു പോയി. അതുകൊണ്ടാണ് മനസ്സ് പലപ്പോഴും ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സങ്കടം തോന്നും. ഏത് പ്രായത്തിലാണ് നിങ്ങൾ ഫുട്ബോളിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അത് ഈ യമാലൊക്കെ അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് വരുന്ന ഒരു പ്രായത്തിലായിരിക്കും നമ്മുടെ ഫുട്ബോൾ താരങ്ങൾ പന്ത് തട്ടി തുടങ്ങിയിട്ടുണ്ടാവുക. കാരണം CK വിനീതൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 17 വയസ്സിലാണ് അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ ആ ഒരു തലത്തിലേക്കൊക്കെ ഒരു പരിശീലനം ലഭിച്ചത്. താങ്കൾ എപ്പോഴാണ് തുടങ്ങിയത്? യമാലിലേക്ക് ഓർക്കുമ്പോൾ എന്താണ് ആ തരത്തിലുള്ള ഒരു കമ്പാരിസൺ പറയാനാവുക? 16-ാം വയസ്സിലാണ് ഞാൻ ഫുട്ബോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി. സോ ഇവർ 17-ാം വയസ്സിൽ വേൾഡ് കപ്പ് അല്ലെങ്കിൽ 17-ാം വയസ്സിൽ ലാമാസിയൽ മീൻസ് ബാഴ്സലോണയിൽ കളിക്കുന്ന പ്ലേയേഴ്സായിട്ട് ഈവൻ യമാലും എനിക്ക് തോന്നുന്നു ഈ വർഷത്ത് യങ് പ്ലെയർ അവാർഡ് തീർച്ചയായിട്ടും മോസ്റ്റ്ലി യമാലല്ലാതെ കുബാസിക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. ബെസ്റ്റ് കാം ആൻഡ് കമ്പോസ് ആയിട്ട് ഡിഫെൻസീവിനെ അയാൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഒരു യങ് 19 ഏജ് ആയിട്ടുള്ള ഒരു ടാലൻറ്റ് വേൾഡ് കപ്പിൽ ടോപ്പ് ക്ലാസ് ടീമിൻ്റെ അഗെയിൻസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഗോൾ കൺസിഡർ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അത്രയും കമ്പോസായിട്ട് കാമായിട്ട് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പ്ലെയർ, ഈവൻ യങ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് തീർച്ചയായിട്ടും കുബാസി ആയിരിക്കും കൊടുക്കുകയെന്ന്. എല്ലാവരും യമാലിനായിരിക്കും നോക്കി കാണുന്നത്, പക്ഷെ കുബാസി ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കളിച്ചത് 16-ാം വയസ്സിൽ, അവർ ബാഴ്സലോണക്ക് കളിക്കുന്നത് 17-ാം വയസ്സിൽ.
നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ അവസ്ഥ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു നഴ്സറി സിസ്റ്റത്തിലേക്കൊന്നും ഇന്ത്യൻ ഫുട്ബോൾ പോകാതെ എങ്ങനെ ലോകകപ്പൊക്കെ സ്വപ്നം കാണാൻ പറ്റും. പലരും പറയുന്നുണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു അക്കാഡമി പോലും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു അക്കാഡമി സിസ്റ്റം പോലും നമുക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഈ വലിയ പ്രതീക്ഷകളൊക്കെ പറയുന്നത്. ആക്ച്വലി എല്ലാ ജനങ്ങളും നമ്മളെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഈ രാഷ്ട്രത്തിലുള്ള എല്ലാവരും പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കേണ്ടി 140 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് നമുക്ക് 11-അംഗ ടീം അല്ലെങ്കിൽ 22-അംഗ ടീം നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ആക്ച്വലിയിലെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത്രയും ജനങ്ങൾ ഉണ്ടാവുമ്പം വ്യക്തികളെ കണ്ടെത്തുക ഉള്ളതല്ല അല്ലെങ്കിൽ ഒരു ടാലൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതല്ല. ചെറിയ രാഷ്ട്രം 5 ലക്ഷം പേരുള്ള രാഷ്ട്രത്തിൽ നിന്ന് വേൾഡ് കപ്പ് ടീം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത്രയും ജനങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യത്യസ്ത തരം പൊളിറ്റീഷ്യൻസ് ഉണ്ടാകുമ്പോൾ, ഒരുപാട് കറപ്റ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ടാകുമ്പോൾ, നമ്മൾ സ്പോർട്സ് കോട്ട നിയമനങ്ങളും നമ്മളെ ഫുട്ബോളിന് അവർ കൊടുക്കുന്ന സ്വാധീനങ്ങളും ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇല്ലാത്ത പ്രശ്നങ്ങളും സ്വന്തമായിട്ട് ഗ്രൗണ്ടുകൾ പോലും ഇല്ലാത്ത അക്കാഡമികൾ മീൻസ് നാഷണൽ ടീമുകളും ഒക്കെ ആകുമ്പോൾ നമ്മളായി മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു വേൾഡ് കപ്പ് എന്നതിലുപരി നമ്മളൊരു AFC കപ്പെങ്കിലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലാട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കളിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരണമെന്നുള്ള സ്വന്തമായിട്ട് ഒരു നാഷണൽ ടീമിന് ഗ്രൗണ്ട്, സ്വന്തമായിട്ട് ഒരു നാഷണൽ ടീമിന് ബസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇന്ത്യൻ ടീമിന് എന്നുള്ളത് ആ സാധനം സഫലീകരിക്കാതെ എങ്ങനെ നമ്മളെ ടാലൻറ്റുകളെ കണ്ടെത്താൻ പറ്റും? തീർച്ചയായും അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള താരങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 16 വയസ്സിൽ ഫുട്ബോൾ തുടങ്ങുന്ന ആളുകളെ വെച്ചാണ് ഇന്ത്യൻ ഫുട്ബോളൊക്കെ പ്രവർത്തിക്കുന്നത്. 16 വയസ്സിൽ പലരും അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് അരങ്ങേറുകയാണ് പല രാജ്യങ്ങളിലും എന്നതാണ് നമ്മുടെ നിലവിലെ ഒരു യാഥാർത്ഥ്യം. CKP ഷാനവാസ്, താങ്കൾ ഈ Under-17 ലോകകപ്പിൻ്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ച ഒരു പരിചയം കൂടിയുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ടാലൻറ്റുകൾ ഉണ്ട്, നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ ചെയ്യാനാകുമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? Under-17 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ 2013 UAE, അതിനുശേഷം 2017 ഇന്ത്യയിൽ നടന്നു. ഇന്ത്യയിൽ നടക്കുന്ന സമയത്ത് ഒരു സ്കൗട്ടിംഗ് പ്രോജക്റ്റ് തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിലകത്ത് കളിക്കുന്ന 3800ഓളം വരുന്ന കുട്ടികളെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും സ്കൗട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ ടീമിനെ ഉണ്ടാക്കിയത്. കാരണം ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് 11 കളിക്കാരും ഏറ്റവും മികച്ചവരായിരിക്കണം. കാരണം മറ്റുള്ള ടീമുകളൊക്കെ ക്വാളിഫൈ ചെയ്ത് വരണം. ഞങ്ങൾ ആസ് എ ഹോസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു മത്സരം ഏതെങ്കിലും ഒരു ശക്തമായ ടീമിനോട് മത്സരിക്കുമ്പോൾ നമ്മൾ വലിയ മാർജിനിൽ തോറ്റാൽ നമ്മളെ ഫുട്ബോളിന് അത് വലിയ രീതിയിൽ ബാധിക്കും അത്. അപ്പോൾ അത്തരത്തിൽ അല്ലാതെ ഒരു നല്ലൊരു ഫൈറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടീമിനെ കണ്ടെത്തുക എന്നാണ്. അതിന് ഇവിടെ ഒരു സ്കൗട്ടിംഗ് പ്രോജക്റ്റ് കേലോ ഇന്ത്യയുടെ അണ്ടറിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്പർ 3800-ലധികം ആ കുട്ടികൾ Under-15, 16 കാറ്റഗറിയിലുള്ള കുട്ടികൾ സെലക്ട് ചെയ്തു. പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലും അവിടെയുള്ള സൗകര്യങ്ങളിൽ കളിക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സായ കുട്ടികളെ ഞങ്ങൾ ഒരുപാട് സ്കൗട്ടിംഗ് നടത്തി. ടീമിനെ വിദേശങ്ങളിൽ ഒരുപാട് എക്സ്പോഷർ ട്രിപ്പുകൾ നടത്തി. പക്ഷേ നേരത്തെ ഞാൻ അൻസൊക്കെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണം. കാരണം ഇവിടെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങൾ നോക്കിയാൽ അവിടെയൊക്കെ പ്രൊഫഷണൽ ഫുട്ബോൾ മൈതാനങ്ങൾ, അതിൻ്റെ തൊട്ടടുത്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്യും. ആ ഫുട്ബോൾ മൈതാനങ്ങൾ ഓൺലി ഫോർ മാച്ചസ് ആണ്. അത് വീക്ക്ലി മാസത്തിൽ ഒരു 2-3 മാച്ചസ് അവിടെ നടക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 3ഓളം അതേ ഹൈബ്രിഡ് സ്റ്റൈലിലുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടാവും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ വലിപ്പമില്ല കേട്ടോ ആ രാജ്യങ്ങളൊന്നും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ എത്രയോ മൈതാനങ്ങൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കാരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ക്ലബിനിപ്പം നമുക്ക് പറയാം, ഇവിടെ ഇപ്പം ക്ലബ് സിസ്റ്റത്തിൽ തന്നെ ഒരു ഇന്ത്യയിലെ ഒരു ISL ക്ലബിന് അവർക്കൊരു യൂത്ത് Under-21 ടീം ഉണ്ടാവണം, Under-17 ടീം ഉണ്ടാവണം, Under-15 ടീം ഉണ്ടാവണം. Under-8 മുതൽ ആ കാറ്റഗറി കറക്റ്റ് സൈക്കിളിൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യമാലിനെ നേരത്തെ സൂചിപ്പിച്ചു. യമാലൊക്കെ ലാമാസിയെന്ന് ചെറുപ്പത്തിലുണ്ടായി. അത് യമാലിൻ്റെ മുൻഗാമിയായ മെസ്സി വരുന്നത് ലാമാസിയെന്നാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ആ ഒരു പ്രോസസ്സ് അവർ വളരെ കൃത്യമായി നടത്തുന്നുണ്ട്. ഇവിടെയാണ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. നമുക്കിപ്പം ഫിഫയിലെ വൺ ഓഫ് ദ മെമ്പറായിട്ട് ഇന്ത്യ ഉണ്ട്. 211 രാജ്യങ്ങൾ ഫിഫയിലെ മെമ്പറായിട്ട്.
അതിൽ വൺ ഓഫ് ദ മെമ്പർ ഇന്ത്യ എന്നുള്ളതിനപ്പുറം ഫുട്ബോൾ ഫോർ ഇന്നോവേഷൻ, എഡ്യൂക്കേഷൻ, ഫുട്ബോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ അത് ഫലവത്തമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരു വേൾഡ് കപ്പ് കളിച്ചു എന്ന് പറഞ്ഞാൽ 2017 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2022 വിമൻസ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ ഇവിടെ ഹോസ്റ്റ് ചെയ്തു, ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ അത്ര മത്സരങ്ങൾ നടത്തുന്നത് തന്നെ ഫുട്ബോൾ കൂടുതൽ യങ്സ്റ്റേഴ്സിലേക്ക് ജനകീയമായി എത്താനും വീണ്ടും ഇനി 64 ടീമിലേക്ക് അടുത്ത വേൾഡ് കപ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ആ വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയിങ്ങിൻ്റെ ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇവിടെയാണ് നമുക്ക് സ്റ്റേഡിയങ്ങളും സ്വന്തമായിട്ടുള്ള സ്റ്റേഡിയങ്ങൾ, ഡെഡിക്കേറ്റഡ് ഫുട്ബോൾ സ്റ്റേഡിയം. ഇവിടെ ക്ലബ്ബുകൾക്ക് എനിക്കൊന്ന് മോഹൻ ബഗാനിന് മാത്രമാണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിൽ ക്ലബ്ബുകൾ സ്വന്തമായിട്ട് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ അവർക്കൊരു സിസ്റ്റം ഇതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഫുട്ബോൾ നമുക്ക് പിന്നെ ഒരു ഭാവിയുള്ള ഒരു ശോഭനമായ ഭാവി ഫുട്ബോളിൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും മുൻപിപ്പോൾ എവിടെയോ വായിച്ചത് ഓർമ്മിക്കുന്നു. കാരണം 2.5 കോടിയോളം ആളുകൾ അത് ഇന്ത്യയിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളുണ്ട് എന്ന്. കാരണം അതൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ജനസംഖ്യയേക്കാൾ ഇരട്ടിയോളമുള്ള ഒരു നമ്പറാണ്. ആ നമ്പറോളം ആളുകൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ അവിടെയാണ് നമുക്കൊരു ടീമിനെ ഈ രീതിയിൽ വാർത്തെടുക്കാൻ ഒരു ഫൈനൽ പോരാട്ടത്തിന് മുന്നിലാണ് നമ്മളുള്ളത്, ആ ആവേശത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം സി വി പാപ്പച്ചൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. സി വി പാപ്പച്ചൻ, ഈ ലോകകപ്പിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഒരുപാട് സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട്. താങ്കളൊക്കെ ഇപ്പോൾ 70s-ലും 80s-ലും ഒക്കെ ഫുട്ബോൾ കളിച്ചവർ ഇന്ന് ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കളിയിൽ വ്യത്യാസങ്ങളൊന്നും, കാരണം ഏത് കാലഘട്ടത്തിൽ കളിച്ചാലും ഈ പുതിയ കാലഘട്ടത്തിൽ ഇനി വരാൻ പോണ കാലഘട്ടത്തിലും എല്ലാവരും എംബിഷൻ പറഞ്ഞാൽ നമ്മൾ കളിക്കുക ജയിക്കുക എന്നുള്ളതാണ് ഒരു ഫീലാണ്. അതിനെങ്ങനെ ഏതെല്ലാം തരത്തിൽ പന്ത് കൊണ്ടുപോകാം, എങ്ങനെയൊക്കെ ടാക്ടീസുകൾ ഉപയോഗിക്കാം എന്നാണ് പുതിയ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അന്ന് 70, 80, 90 എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കളിക്കുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്. അവർ അന്നൊക്കെ ഒരു റെഡിമെയ്ഡ് പോലെ കളിച്ചിരുന്നു. ഇന്ന ആൾക്ക് കിട്ടി ഇന്ന ആൾ കൊടുക്കുക, അത് കഴിഞ്ഞാൽ ഇന്ന ആൾ കൊടുക്കുക, അങ്ങനെ ഒരു പാറ്റേണിലുണ്ടായിരുന്നു സിസ്റ്റം. ഇപ്പോൾ അന്നത്തെ 4-4, അന്ന് പണ്ട് കാലത്ത് പറഞ്ഞ ഫോർവേഡ്സാണ് കൂടുതൽ, 5 ഫോർവേഡും 2 ഡിഫൻഡറും അങ്ങനെയൊക്കെയാണ് കളിച്ചിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ അന്നത്തെ രീതി അറ്റാക്കിലായിരുന്നു. ഇപ്പം പിന്നെ ഡിഫൻസും പിന്നെ അറ്റാക്ക് വെക്കി. അപ്പോഴേക്കും സിസ്റ്റം മാറി, 4-4, 4-4-3 അങ്ങനെ ഓരോ സിസ്റ്റം മാറി വന്നു. അപ്പോൾ ഇപ്പോൾ കളിക്കുന്നു പറഞ്ഞാൽ എന്താ പറയുക, ചില മാച്ചുകൾ അവരിപ്പോൾ നമുക്ക് യൂറോപ്യൻ കപ്പ് കാണുന്ന രീതിയിലല്ല ഈ വേൾഡ് കപ്പിൻ്റെ ചില മാച്ചുകൾ. അത് വേറൊരു രീതിയിലാണ് കളിക്കുന്നത്. അവർ പാസ് കൊടുത്ത് ബാക്കിലേക്ക് കൊടുത്ത് റിസ്ക് എടുക്കാതെ വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്നത്. പക്ഷേ ഇവർ തന്നെ ക്ലബ്ബിൽ കളിക്കുമ്പോൾ ഭയങ്കര അറ്റാക്കിംഗ് ആണ്. കാരണം അവിടെ അവർക്ക് കാശ് തരുന്ന ക്ലബിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് കളിക്കുന്നു. പക്ഷേ വേൾഡ് കപ്പിന് കളിക്കുമ്പോൾ ആ രാജ്യത്തിനോട് കളിക്കുമ്പോൾ അവർക്കൊരു പേടി, ഇനി എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇനി ഗോൾ കയറണ്ട അല്ലെങ്കിൽ ഞാനായിട്ട് എന്നുള്ളതിൽ പേടിച്ച് ഇപ്പം എല്ലാവരും ആ പേടി മാറി. കാരണം ഇനിയിപ്പോൾ ഫൈനലെത്തി, ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, ഇനി പേടിച്ചിട്ട് അവിടെ ഇരുന്ന ട്രോഫി കിട്ടലുണ്ടാവില്ല. അപ്പം ആ കാലഘട്ടത്തിൽ കളിയുടെ രീതിയൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ ബാക്കിൽ നിന്ന് കൊണ്ടുവരുന്നു, പിന്നെ ഗോൾ അടിക്കുന്നു, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അന്ന് ഇതുപോലത്തെ കൗണ്ടർ അറ്റാക്ക് കുറവാണ്. ബോളിനെ ഒരുപാട് സ്ലോ ആക്കാനുള്ള മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർക്ക് കുറേ സമയം ഹോൾഡ് ചെയ്യാം, ബാക്ക് പാസ് കളക്ട് ചെയ്യാം, വീണ്ടും പിന്നെ ഗോൾ കൊടുത്ത് വീണ്ടും എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗോളിക്ക് ബോൾ ഹോൾഡ് ചെയ്യാം കയ്യിലെടുത്ത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ കളിയുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒഴിവാക്കിയവർ. കാരണം ബാക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. അതുമാത്രം തന്നെ ഹെഡ് കൊണ്ട് തല കൊടുത്താൽ മാത്രമേ ഗോൾ കീപ്പർക്ക് പിടിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ കാലുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഫൗളാണ്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അന്ന് കണ്ട പോലത്തെ ഉള്ള സിസ്റ്റം അല്ല. അന്ന് ഇപ്പോൾ 86-ൽ മറഡോണ ഗോൾ അടിച്ചപ്പോൾ വാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഗോള് ആർക്കും നമ്മൾ പിന്നീടാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. അത് ഗോളല്ലായിരുന്നു, ആക്ച്വലി കയ്യുമ്പോൾ കൊണ്ടുവന്നാണെന്ന് നമുക്ക് മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ്. പിറ്റേ ദിവസം പത്രത്തിലേക്ക് വന്നെങ്കിലും നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ പുതിയ സിസ്റ്റം വന്നു. ആ സിസ്റ്റത്തിലേക്കാണ് ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുന്നത്. കാരണം പുതിയ സിസ്റ്റം വരുമ്പോൾ അതിലേക്ക് ഇപ്പോൾ വാറ് വന്നുകൊണ്ട് കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും കാണിക്കുന്നുണ്ട്. പക്ഷെ കളിയുടെ ഫ്ലോ അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഫൗൾ ചെയ്താൽ നമുക്ക് അപ്പം തന്നെ അവർ നമുക്ക് കാണിച്ചു തരും, വാറ് വന്നുകൊണ്ട്. ആദ്യം അനസ് എടുത്തൊടുകയിലേക്ക്. അനസ്, ഈ ലോകകപ്പിൽ ഏറ്റവും വൈകാരികമായി തോന്നിയ ഒരു മുഹൂർത്തം എന്താണ്? അർജന്റീന ഈജിപ്തുള്ള മാച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്ന മാച്ചായിരിക്കും മോസ്റ്റ്ലി. അത് വാർ ഡിസിഷൻ മേക്കിംഗ് തീർച്ചയായിട്ടും. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് പറയുന്നതിൻ്റെ മുന്നേ പറയാൻ വിചാരിച്ചിരുന്നു, US മാച്ചിൻ്റെ ശേഷം ഞാൻ വേൾഡ് കപ്പ് കണ്ടിട്ടില്ല. ആക്ച്വലി
ഞാൻ ഇതിന് മുന്നേ പറഞ്ഞപ്പോൾ ഒരുപാട് കേരളത്തിലാണ് നമ്മൾ പറയുന്നത്, സോഷ്യൽ മീഡിയ തരംഗങ്ങളുള്ള സ്റ്റേറ്റാണ്, ഈവൻ ഓൾ ഓവർ ദ വേൾഡ്. പക്ഷെ അതിലൊരുപാട് പയ്യന്മാർ പറഞ്ഞ എല്ലാ വേൾഡ് കപ്പും ഞാൻ കണ്ടിട്ടുണ്ട്. ആഫ്റ്റർ USA മാച്ച് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വേൾഡ് കപ്പ് ഒരു മാച്ച് പോലും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ഫിഫൻ്റെ പ്രസിഡന്റിനോട് ഒരു റെഡ് കാർഡ് കിട്ടിയപ്പോൾ അത് തിരിച്ചെടുക്കണമെന്നും അത് 2 പേര് ഓടുന്നതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഇൻറ്റൻഷനാണ് കാലിൽ തട്ടിയത് എന്നുള്ളൊരു ഡിസിഷൻ പറഞ്ഞുകൊണ്ട് അത് ആ റെഡ് കാർഡ് പിൻവലിക്കുകയും അതിനപ്പുറം തന്നെ അത് വൈറ്റ് ഹൗസിൽ പോയിട്ട് അത് പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ട് ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ വേൾഡ് ഫുട്ബോൾ ഉണ്ടാവാം, ഒരു പക്ഷേ മേ ബി ഉണ്ടാവാം. പക്ഷേ ഇങ്ങനെ പുറത്ത് പറയേണ്ട ഒരു കാരണം ഇല്ല. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനിൽ ഞാൻ പറഞ്ഞിട്ട് അത് റെഡ് കാർഡ് മാറ്റിവെച്ചു എന്നും പിന്നെ അതിലപ്പുറം അത് ആക്ച്വലി നമ്മൾ വേൾഡിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ആക്ച്വലി ഞാനാണ് ഈ ലോകത്തിൻ്റെ തലവൻ എന്നുള്ളതാണ് ആക്ച്വലി ആ മെസ്സേജ്. അല്ലാതെ ഫിഫയോ ഫുട്ബോളോ അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഫുട്ബോളിനെ ആരാധിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഫിഫൻ്റെ പ്രസിഡൻറ്റോ ഒന്നുമല്ല. ഞാനാണ് ഈ ലോകത്തിൻ്റെ വലിയവൻ എന്ന് മാത്രമുള്ളൊരു മെസ്സേജ് ഈ ലോകത്തിന് കൊടുക്കുകയാണ് അത് ആക്ച്വലി. ഞാൻ പറഞ്ഞപ്പം അത് മാറ്റി. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഫുട്ബോളിൻ്റെ മനോഹാരിത നഷ്ടപ്പെടുത്തുകയാണ്. ഒരിക്കലും ആസ് എ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ആസ് എ ഫുട്ബോൾ പ്ലെയർ ആസ് എ ഫുട്ബോളിനെ ഫുട്ബോളാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെയുള്ള ഡിസിഷൻ തീർച്ചയായിട്ടും നമുക്ക് പ്രയാസപ്പെടുത്തുന്നതാണ്. തീർച്ചയായും അനസ്, പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം അറിയാം. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തമായ ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത ഒരു ഭരണാധികാരി കൂടിയാണ്. ഈ ദിവസം പറയുന്ന കാര്യം തന്നെ ആകണം അടുത്ത ദിവസം പറയുക എന്ന് ഉറപ്പില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ആ വിടുവായത്വം എന്ന അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മാത്രം പോരാ. താങ്കൾ പറഞ്ഞതുപോലെ അത് മാത്രമായിരുന്നില്ല ഇതിലെ തീരുമാനം. ഇപ്പോൾ സൊമാലിയൻ റഫറിയായ ഒമർ അർത്താനെ ലോകകപ്പിന് തൊട്ടു മുൻപ് പറഞ്ഞയച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ടീം ഒരു ലോകകപ്പിന് ഒരു ഹോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തേക്ക് വന്ന് അതിനുശേഷം കളിച്ച് നേരെ തിരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോയി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ഈ ലോകകപ്പ് ആ അർത്ഥത്തിൽ കൂടി നമ്മൾ എങ്ങനെ ലോകകപ്പ് നടത്തണം എന്ന് പറയുമ്പോൾ എങ്ങനെ നടത്തരുത് എന്ന് പറയുന്നതിന് കൂടി ഉദാഹരണമായി കാണാവുന്ന ഒരു ലോകകപ്പ് കൂടിയാണെന്ന് പറയാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. ആക്ച്വലി ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റാത്ത ആളുകളെ കൊണ്ട് ഇൻ്റർഫെയർ ചെയ്യിപ്പിക്കുക ഫുട്ബോളിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റീഷ്യൻസ് നമ്മൾ സ്പോർട്സിൽ കയറി നിരങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണിത് തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ നോക്കുക, നമ്മൾ വേൾഡ് കപ്പിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ അങ്ങനെ കൊട്ടി ആഘോഷിക്കുന്നു. കേരളത്തിലുള്ള എല്ലാ MLA-മാരും എല്ലാ മന്ത്രിമാരും ഇവിടെ എല്ലാ പ്രൊഫഷണൽസും എല്ലാ പൊളിറ്റീഷ്യൻസും ഫുട്ബോളിന് അത്രത്തോളം കൊണ്ട് നടക്കുന്നു പറയുന്നു. ആക്ച്വലി എന്താ സംഭവിച്ചത്, കേരളത്തിൽ ഇവിടെ പറയേണ്ട സാധനമേ അല്ല ആക്ച്വലി. പക്ഷേ ഫുട്ബോൾ എന്ന് പറഞ്ഞതാ. ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രം കേരളം കൊച്ചിയിൽ വന്നിട്ട് കളിക്കാൻ വന്നിട്ട് നമ്മൾ പ്രസ് കോൺഫറൻസിന് വന്ന നമ്മളെ ഇന്ത്യ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിനെയും കോച്ചിനെയും പുറത്തിട്ടിട്ട് റൂം ലോക്ക് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളെ കേരളം എത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ആക്ച്വലി എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറം ലോകം അറിയാതെ അത് ഡിസിഷൻ പുറത്ത് പറയുന്നതിന് മുന്നേ ഫുട്ബോളിൻ്റെ ആ മനോഹാരിത നഷ്ടപ്പെടുത്താതെ അത് തീരുമാനമാക്കേണ്ട സമയത്ത് നമ്മളെ നാഷണൽ ടീം റെപ്രസെൻ്റ് ചെയ്തിട്ട് ഫുട്ബോളേഴ്സിനെ റൂമിൻ്റെ പുറത്തിട്ട് പൂട്ടുക അല്ലെങ്കിൽ കോച്ചിനെ അലൗഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല പറയുമ്പോൾ ഒരു സെക്യൂരിറ്റിക്ക് കൊടുത്ത ആ വോയിസ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ സെക്യൂരിറ്റിക്ക് ഒന്നും അറിയാത്തൊരു സെക്യൂരിറ്റിനെ റൂം ലോക്ക് ചെയ്യിപ്പിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് ഫുട്ബോളിനെ നമ്മൾ കൊണ്ടുനടക്കുന്നത്. പേര് കൊണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രവൃത്തി കൊണ്ട് എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ എന്ന് പറയാമെന്നല്ലാതെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് കേരളമാണെന്നുണ്ടെങ്കിലും നമ്മളെ രാഷ്ട്രമാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്തു എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി 0 ആയിരിക്കും. എല്ലാവർക്കും ഞാൻ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ അക്കാഡമി നിൻ്റെ അക്കാഡമി എന്നല്ലാതെ നമ്മളെ രാഷ്ട്രത്തിലുള്ള കുട്ടികളെ നമ്മളെ സ്റ്റേറ്റിലുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് പിക്കപ്പ് ചെയ്തിട്ട് മെൻ്റലി സ്ട്രെങ്ത് ആയിട്ടിട്ട് നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാം, എങ്ങനെ AFC കളിപ്പിക്കാം, എങ്ങനെ സന്തോഷ് ട്രോഫി ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിന് ചില ആളുകളെ കയ്യിൽ എന്നുള്ളത് മാത്രം അത് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ പറച്ചിൽ മാത്രം നമ്മൾ ഒന്നും പ്രവൃത്തിയിൽ മറ്റൊന്നുമാണ് ആക്ച്വലി ഇന്ത്യയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും. തീർച്ചയായും അതാണ് നമ്മുടെ ഫുട്ബോൾ വളരാത്തതിന് ഒരു കാരണമെന്ന് പറയാം. CKP ഷാനവാസ് കൂടി ചേരുകയാണ്. CKP ഷാനവാസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകകപ്പ് ഇനി ഒരു 64 രാജ്യങ്ങളിലേക്കൊക്കെ പോകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങൾ ചില വിവാദങ്ങളൊക്കെ ഈ ലോകകപ്പിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയം ലോകകപ്പിലേക്ക് ഉൾപ്പെടാതിരിക്കാനുള്ളൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. കാരണം
അത്തരത്തിൽ ഫുട്ബോളിനെ ഭരിക്കുന്ന ആളുകൾ ഫുട്ബോൾ നിയന്ത്രിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും കാര്യങ്ങൾ പോകാൻ പാടില്ല. ഇന്നിപ്പം ഫൈനൽ നടക്കുകയാണ്. 22 കളിക്കാർ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾക്കപ്പുറം ഈ ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ ഇന്നത്തെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 6 കോൺഫെഡറേഷൻ്റെയും പ്രതിനിധികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇതിൻ്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ വെച്ചാൽ ഒരുപക്ഷെ ഫിഫ പ്രസിഡന്റിൻ്റെ ആ ഒരു റെഡ് കാർഡ് തീരുമാനം സൂചിപ്പിച്ച പോലത്തെ ആ തീരുമാനങ്ങൾ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു തീരുമാനമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്തരത്തിൽ ഫുട്ബോളിനകത്തേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് മത്സരങ്ങൾക്ക് ബാധിക്കും. പ്രത്യേകിച്ചിട്ട് ടീമുകൾക്ക് അതിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇവിടെ നമുക്ക് പിന്നെ യെല്ലോ കാർഡും റെഡ് കാർഡൊക്കെ കോഷൻസ് കൊടുക്കുന്നത് പ്ലേയേഴ്സിനെ ഒന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചിട്ട് അവരുടെ ഫൗളിലേക്കോ അല്ല മറ്റുള്ള രീതിയിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വീണ്ടും പ്രചോദനമാകുന്ന രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇപ്പം ഫിഫ കോൺഗ്രസ് പ്രത്യേകിച്ചിട്ട് ഇനി ഫിഫ ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോകുന്നത് 2027 മാർച്ചിലാണ്. മൊറോക്കോയിൽ വെച്ച് നടക്കുന്ന ഫിഫ കോൺഗ്രസിലാണ്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടെ ഇന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫുട്ബോൾ മത്സരത്തിന് ആളുകൾ അതിൻ്റെ ആസ്വാദനത്തിലേക്ക് പോകുമ്പോൾ അതിലേക്ക് രാഷ്ട്രീയ ഇടപെടൽ വരുമ്പോൾ അതിനെ മറ്റുള്ള രീതികളിലേക്കാണ് കാണുക. അത് ഉണ്ടാകുമ്പോൾ ഫുട്ബോളിൻ്റെ ആത്യന്തിക വിജയത്തിന് അവിടെ ഫുട്ബോൾ മാത്രമായിരിക്കണം. തീർച്ചയായും ഒരു വിവാദം ഈ രീതിയിൽ ഈ ലോകകപ്പിൻ്റെ ശോഭ കെടുത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊക്കെ പറയുമ്പോൾ പോലും ഇത് ഫുട്ബോളാണ്. ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോളാണ് വിജയിക്കുന്നത് എന്ന അർത്ഥത്തിൽ എല്ലാവരും ആ രീതിയിൽ തന്നെ കാണുകയും ചെയ്യും. പക്ഷേ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ കൃത്യമായി തന്നെ ഓരോ ഘട്ടത്തിലും വിമർശിച്ചു പോകുന്നതാണ് നമ്മളുടെയും പതിവ്. അത് വിമർശിച്ച് പോവുക തന്നെ വേണം. നമ്മൾ വീണ്ടും ഈ ലോകകപ്പിൻ്റെ ഫൈനലിൻ്റെ ആവേശത്തിലേക്ക് വന്നാൽ CV പാപ്പച്ചൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. CV പാപ്പച്ചൻ, ഈ ബാസ്റ്റിൻ ഷ്വൈൻസ്റ്റൈഗർ അടക്കമുള്ള പല ജർമ്മൻ താരങ്ങളും മുൻ ജർമ്മൻ അംഗങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ പരിശീലകരൊക്കെ ഈ മെസ്സിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന വാർത്തകളൊക്കെ കണ്ടു. ഈ ഫൈനലിൽ ഒരു ജർമ്മൻ ആരാധകൻ എന്ന നിലയിൽ ആർക്കാണ് പിന്തുണ? ആ പിന്തുണ കൊടുക്കാൻ ആർക്കും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ജയിക്കുക എന്നുള്ളത് വേറൊരു വശമാണ്. കാരണം അത് കളിച്ചാൽ മാത്രം കാര്യം. ഇതുവരെ കളിച്ച കളിയായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത കളിക്ക്. കാര്യം സെമിയിൽ കളിച്ചു, അതിന് മുമ്പ് കളിച്ചു. ഇപ്പോൾ 8-9 ടൂർ മാച്ചുകൾ അവർ ഈ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. ഇതൊന്നും അടുത്ത മാച്ചിന് ബാധകമല്ല. അത് ആ കളി കഴിഞ്ഞോടുകൂടി ലാസ്റ്റ് വിസിൽ വിളിച്ചോടുകൂടി അത് തീർന്നു. ഇന്ന് കളിക്കുന്ന കളി ആരാണോ ബെറ്ററായിട്ട് കളിക്കുന്നത് അവിടെ നമുക്ക് സപ്പോർട്ട് കൊടുത്തിട്ടൊന്നും അവർ കളിപ്പിക്കാൻ പറ്റില്ല. കളിക്കാർ തന്നെ അവിടെ ഇത് ഇടണം. കാര്യം അവർക്ക് ടെൻഷൻ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. കാര്യം എന്തായാലും ഓവർ ഇതായിരിക്കും. കാര്യം ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിലപ്പോൾ ഈ വേൾഡ് കപ്പ് കൊണ്ട് കഴിഞ്ഞാൽ അർജൻറ്റീന ചിലപ്പോൾ കുറേ കാലത്തേക്ക് ചിലപ്പോൾ നമുക്ക് പക്ഷേ ഇതുപോലെ നമുക്ക് കുറച്ച് ഇത് വരും, ഗ്യാപ്പ് വരും തോന്നുന്നു. കാരണം ഈ കളിക്കാരൊക്കെ ചിലപ്പോൾ മെസ്സിയുടെ ഇവരുടെയൊക്കെ കാലം മാറിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു താരോദയം ഉണ്ടാവണം. കാരണം അന്ന് 86, 82, 86 ആ കാലഘട്ടത്തിൽ വന്ന കാലഘട്ടത്തിലാണ് മറഡോണ അർജൻറ്റീനയെ നയിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നമ്മളെല്ലാവരും എൻ്റെയൊക്കെ മനസ്സിൽ കുട്ടിയായ സമയത്ത് ആ ഒരു ഫീൽ വന്നത്. അതിന് ശേഷമാണ് പിന്നീട് ഇത് 6ാമത്തെ വേൾഡ് കപ്പ് ആണെങ്കിലും 2 വേൾഡ് കപ്പിലും മെസ്സി അത്രയും ഷൈൻ ചെയ്തില്ല. കാര്യം മെസ്സിനെ കാണാം. ഇപ്പോൾ മെസ്സി ഫിഗർ ആയതുകൊണ്ട് ആ സ്പോട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അത് മെസ്സിയാണെന്ന് മനസ്സിലായി. പക്ഷേ 2 വേൾഡ് കപ്പിലും ഗോളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമ്മൾ അന്നത്തെ നോട്ടബിൾ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 4 വേൾഡ് കപ്പിലാണ് നമ്മൾ മെസ്സിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പ് ജയിച്ചാൽ അവർക്കൊരു വലിയൊരു മെറിറ്റ് ആയിരിക്കും. കാരണം 2 കൊല്ലം അടുപ്പിച്ച് ജയിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ജയിക്കുന്ന ഒരു ടീം എന്നുള്ളതിലേക്കും 3 കൊല്ലം അടുപ്പിച്ച് ഫൈനൽ വന്ന ടീം എന്നുള്ളതിലേക്ക് ആ ഒരു ബഹുമതി അവർക്ക് ഉണ്ടാവും. പക്ഷേ കളി മുൻതൂക്കം ഉണ്ട്, അർജൻറ്റീനയ്ക്ക് മുൻതൂക്കം ഉണ്ട്. അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം അവർ എത്ര ടഫ് ടീമിൻ്റെ കൂടെ ഈസി ആയിട്ട് കളിച്ച് വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സെമിക്ക് മുമ്പുള്ള മാച്ച് സ്വീഡനായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ടഫായിരുന്നു. അതുപോലെ അതിന് മുമ്പുള്ള ഒരു ടീം നമ്മുടെ കേപ്പ വെർദ, അതൊക്കെ 2 ഗോൾ ഡൗൺ ആയിട്ടാണ് അവർ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ചു വരവുണ്ടെന്നുള്ളത് അറിയാം. കാരണം 2 ഗോൾ വീണാലും തിരിച്ചു വരുന്നുള്ളത് പ്രതീക്ഷയുണ്ട്. പക്ഷേ സ്പെയിൻ്റെ അടുത്ത് അത് നടക്കുമെന്നുള്ളത് സംശയമാണ്. എന്നാലും ഒരു ചെറിയൊരു മുൻതൂക്കം അർജൻറ്റീനയ്ക്കാണ്. തീർച്ചയായും. അനസ് എടത്തൊടുക, താങ്കൾ പ്രതിരോധ താരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ പ്രതിരോധം കൊണ്ട് ഒരുപക്ഷെ സ്പെയിനാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. 1 ഗോൾ മാത്രമാണ് ഈ 7 മത്സരങ്ങളിൽ വഴങ്ങിയത്. സ്പെയിൻ തന്നെയാണോ ഈ അർത്ഥത്തിൽ വിസ്മയിപ്പിച്ചത്? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കുബാസി എന്ന പ്ലെയർ 19 വയസ്സായിട്ടുള്ള കുബാസി ലാപ്പോർട്ടാണ് വൺ ഓഫ് ദ ബെസ്റ്റ് പില്ലേഴ്സായിട്ട് ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കൺസിഡർ ചെയ്യാത്ത ഡിഫൻഡേഴ്സ് എന്നുള്ളത്. സോ
കാം ആൻഡ് കമ്പോസ് ആയിട്ട്, അത് തീർച്ചയായിട്ടും ഒരു ഡിഫൻഡർ എന്നുള്ളതിലല്ല, മീൻസ് ഒരു ഡിഫൻഡർ മാത്രമല്ല ടീമിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ, അത് മിഡ്ഫീൽഡറെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ്. പക്ഷേ മോസ്റ്റ്ലി ഡിഫൻഡേഴ്സ് എല്ലാം ടാക്കിൾ ചെയ്തിട്ട് ഈവൻ പാസ് കൊടുക്കാറാണ് ചെയ്തത്. പക്ഷേ ക്രിയേറ്റീവ് പാസ് കൊടുക്കുന്ന കുബാസിയും ലാപ്പോട്ടയും, അല്ലെങ്കിൽ ടാക്കിൾ ചെയ്തതിൻ്റെ ശേഷം ആഫ്റ്റർ ദ ടാക്കിൾ പന്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതൊരു 19 വയസ്സുകാരൻ അങ്ങനെ ചെയ്യുമ്പോൾ പ്യോളിന് ശേഷം ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡറെ സ്പെയിനിന് കിട്ടി എന്നുള്ളത്, അത് കംപ്ലീറ്റ് ക്യാരി ചെയ്യാൻ പറ്റും, ഒരു ടീമിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് ടെൻഷൻ പ്രഷർ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഡിഫൻഡറെ, 19 വയസ്സായ സെൻട്രൽ ഡിഫൻഡറെ വേൾഡ് കപ്പ് കളിക്കാൻ ഇവർക്ക് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സാധനമാണ്. ഇത്രയും യങ് ഏജ് അയക്കുന്നൊരു ടൈമിൽ തന്നെ വേൾഡ് കപ്പ് കളിക്കുക, അല്ലെങ്കിൽ മീൻസ് അത്രയും വലിയൊരു ടീമിൻ്റെ സെൻട്രൽ ഡിഫൻഡറായിട്ട് അത് ക്യാരി ചെയ്യുക, അല്ലെങ്കിൽ ടീമിനെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ട് അവരത്ര ഫോക്കസ്ഡ് ആയിട്ട്, അത്രയും ഡിറ്റർമിനേഷനോട് കൂടിയിട്ട്, അത്രയും ഹാർഡ് വർക്കായിട്ട്, അത്രയും ടഫായിട്ട്, മീൻസ് ടെക്നിക്കൽ എബിലിറ്റി കൂടെ ഉള്ള ഒരു ഡിഫൻഡറായിട്ട് എനിക്ക് കുബാസിനെ ഫീൽ ചെയ്തത്. സോ എൻ്റെ മനസ്സിൽ ഈ വേൾഡ് കപ്പിലെ യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് മീൻസ് മേ ബി യങ് പ്ലെയർ തീർച്ചയായിട്ടും കുബാസിക്ക് ആയിരിക്കും കിട്ടുക എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഒരു പ്രതിരോധ താരം പലപ്പോഴും നമ്മൾ ഒരു 30-ന് മുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ് ആ ഒരു നമ്മൾ പറയുന്ന തരത്തിലേക്കുള്ള ഒരു ആ പരിചയസമ്പന്നതയാണ് പലപ്പോഴും ഡിഫൻസിനെ കൂടുതൽ ശക്തമാക്കുക. പക്ഷേ ഇത് നോക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുബാസിയൊക്കെ ആ രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. ഇനി എങ്ങോട്ടേക്ക് വളരണം എന്നുള്ളത് മാത്രമാണ് ചോദ്യം. കാരണം ഇപ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു ടീമിൻ്റെ ഡിഫൻസ് സെറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുബാസിയൊക്കെ ആ തരത്തിൽ വളർന്നിട്ടുമുണ്ട്. അതോടൊപ്പം സി കെ പി ഷാനവാസിലേക്ക് കൂടി പോയാൽ, സി കെ പി ഷാനവാസ് നമ്മൾ ഇപ്പോൾ കിലിയൻ എംബപ്പയുടെ ഒരു ലോകകപ്പായി മാറും എന്ന് വിശേഷിപ്പിച്ച ഒരു ലോകകപ്പായിരുന്നു. കാരണം കഴിഞ്ഞ 2 ലോകകപ്പിലും നമ്മൾ കണ്ടു. ആദ്യ ലോകകപ്പിൽ അതൊരു 19-കാരൻ്റെ വരവറിയിച്ച ഒരു ലോകകപ്പ് എന്ന് പറയാം. അവിടെ കിരീടം നേടി. പക്ഷെ അവിടെയും എംബപ്പയ്ക്ക് ഒപ്പം നിൽക്കാനാവുന്ന ഒരുപിടി താരങ്ങൾ അന്നും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലോകകപ്പിലേക്ക് വരുമ്പോൾ അവിടെ എംബപ്പയിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയത് കണ്ടു. ഇവിടെ വരുമ്പോൾ ഇപ്പോഴും ഫ്രാൻസ് സമാനമാണ് അവസ്ഥ. പക്ഷേ അപ്പോഴും ഇത് എംബപ്പയുടെ ലോകകപ്പാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു തുടക്കം മുതൽ ഉണ്ടായത്. പക്ഷേ അവസാന ഘട്ടത്തിൽ അത് പോകുന്നത് നമ്മൾ കണ്ടു. എംബപ്പയ്ക്ക് ഒരു നിരാശയോടെയുള്ള ഒരു മടക്കം ആ രീതിയിലുണ്ട്. പക്ഷേ ഇപ്പോഴും എംബപ്പയുടെ കയ്യിൽ ഒരു ഗോൾഡൻ ബൂട്ടിന്റെ ഒരു കടിഞ്ഞാൺ അവിടെ തന്നെ ഉണ്ട്. ഇന്ന് മെസ്സി ഒരു അത്ഭുതം കാണിച്ചില്ല എങ്കിൽ. ഈ വേൾഡ് കപ്പിൽ ഒരുപാട് താരങ്ങൾ ഇപ്പം ഫ്രാൻസിനെ തന്നെ പിന്നെ മൈക്കൽ ഒലീസെ പോലുള്ള താരങ്ങൾ, അദ്ദേഹം ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നു. ഒരുപാട് ഇപ്പം ഉസ്മാൻ ഡെമ്പലെ കഴിഞ്ഞ ബാലൻഡിയോർ വിന്നറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഫ്രാൻസ് നിരയിൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു നിര കഴിഞ്ഞ കാലത്ത്, അതായത് 2018 കാലം മുതലുണ്ട്. അവർ വളരെ ആധികാരികമായിട്ടാണ് മത്സരങ്ങളൊക്കെ ജയിച്ചത്. അന്നും ഫൈനലിൽ എനിക്ക് തോന്നുന്നു അന്ന് ഫൈനൽ മത്സരത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഡൂസ്നിസ്കി സ്റ്റേഡിയം റഷ്യയിൽ. 4-2 സ്കോർ ക്രൊയേഷ്യക്കെതിരെ. ശരിക്ക് അതൊരു വൺ സൈഡഡ് മാച്ച് എന്ന് ചില ഘട്ടങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. വെച്ചാൽ അത് ആ ഒരു ജനറേഷനിലെ ഒട്ടുമിക്ക താരങ്ങളും വിരമിച്ചു. ഇപ്പോഴും ആ ടീമിന് ശേഷം ഒരു നല്ലൊരു കൺസിസ്റ്റൻസി ഫ്രാൻസ് ടീമിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇംഗ്ലണ്ട് ടീം, ഇപ്പം ഞങ്ങളുടെ ഒരു 90s ജനറേഷനിൽ ഞങ്ങൾ ജർമ്മനി ജയിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ അർജന്റീന, ബ്രസീൽ, ഇറ്റലി, ഫ്രാൻസ് ഇവരൊക്കെ ജയിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട് 66 ശേഷം ജയിക്കുക എന്നുള്ള ഇതിലായിരുന്നു ഞാനൊക്കെ ഈ വർഷം ഫുട്ബോളിനെ ഒന്ന് കണ്ടത്. സത്യത്തിൽ കഴിഞ്ഞ ഇന്നത്തെ മത്സരത്തെ കമ്പാരിറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് അർജന്റീനയ്ക്കെതിരെ എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരിന്ന് ഫൈനൽ കളിക്കേണ്ടതായിരുന്നു. നമ്മുടെ ജനറേഷൻ അങ്ങനെ പല ടീമുകളും ജയിച്ചു വരുമ്പോൾ, ഇപ്പോൾ നേരത്തെ CV പറഞ്ഞതുപോലെ അർജന്റീന ടീം ഒരു പക്ഷേ ഈ ഒരു സീസൺ ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഇനിയൊരു കൺസിസ്റ്റൻസി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അവരുടെ ഒട്ടുമിക്ക പ്ലെയേഴ്സും 30+ പോവാണ്. അപ്പം അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ ഓരോ വർഷം ഓരോ കാലഘട്ടം കഴിയുന്നതോടും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏത് ടീം വന്നാലും ഇപ്പോൾ പുതിയതായിട്ടുള്ള ടീം കേപ്പ് വെർദെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല, കുർസാവോ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഏഷ്യൻ പ്രാതിനിധ്യങ്ങളിലെ ജോർഡനും ഉസ്ബെക്കിസ്ഥാനും വളരെ നല്ല മികച്ച രീതി കളിച്ചു. അതുകൊണ്ട് തന്നെ ഒരു എംബാപ്പയിലല്ല ഒരുപാട് താരങ്ങൾ നമ്മൾ ഓർമ്മയിൽ തങ്ങുന്ന ഫുട്ബോൾ താരങ്ങൾ ഈ വേൾഡ് കപ്പിലൂടെ. ഒസീഞ്ഞ ഇപ്പോൾ 40 ലോകത്തറിയാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിനെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് ആരാധകർ ഇന്ത്യയിൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും വന്നു കഴിഞ്ഞു. അപ്പോൾ പെർഫോമൻസിൻ്റെ ഏറ്റവും വലിയ വേദിയാണ് ലോകകപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ
എല്ലാ സ്പോർട്സിൻ്റെയും മുകളിലേക്ക് നമ്മൾ ഒളിമ്പിക്സിനെക്കാട്ടും ഉയരത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഫുട്ബോളിലെ ഫുട്ബോൾ താരങ്ങളെ നമ്മളിപ്പോൾ ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ നമ്മളെങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് അത്രയില്ല അതിൻ്റെ പകുതിയെങ്കിലും നമ്മൾ ഫുട്ബോളിൽ കൊണ്ടുവന്ന ഒരുപക്ഷെ നമ്മളെ ഫുട്ബോളും ഒരുപക്ഷെ ലോകത്തോളം അല്ലെങ്കിൽ ഏഷ്യൻ ലെവലിൽ തന്നെ നല്ല ടോപ്പ് ലെവലിലേക്ക് നമ്മൾ വരും. നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ 64 ടീം വരുമ്പോൾ 8ഓളം ടീമുകൾക്കുള്ള അവസരമുണ്ട്. ഇനി അതിൻ്റെ അപ്പുറം 34 സൗദി അറേബ്യയിലാണെങ്കിൽ സൗദി ആസ് എ ഹോസ്റ്റ് എന്നുള്ളതിലുണ്ടാവും. അപ്പോഴും നമുക്ക് 9ാമത്തെ ഒരു ടീമായിട്ട് കയറാനുള്ള സാധ്യത. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ വരണം. അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിൽ ഇനി ഒരുപാട് താരങ്ങൾ, ഒരുപാട് പ്ലേയേഴ്സ് പല പൊസിഷനിലും. ഇപ്പോൾ സ്ട്രൈക്കേഴ്സ് എന്നുള്ളതല്ല, ഇപ്പോൾ ഡിഫൻഡേഴ്സ്. മുമ്പ് സ്ട്രൈക്കേഴ്സ് ആയിരുന്നു ഏറ്റവും സൂപ്പർ സ്റ്റാർ. ഇപ്പം ഡിഫൻഡേഴ്സ് നമുക്കിപ്പോൾ വേൾഡ് കപ്പിൽ പറയുകയാണെങ്കിൽ ഇപ്പം യങ് ഡിഫൻഡർ കുബാസിയെ കുറിച്ച് പറഞ്ഞു. മുൻപ് ജർമ്മനിയുടെ ഒലിവർ കാന് ഗോൾഡൻ ബോൾ കിട്ടിയ പ്ലെയറാണ്. ഒരു ഗോൾ കീപ്പർക്ക് ഗോൾഡൻ ബോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്ര മാത്രം ബോളുകൾ ഒരു മത്സരത്തിൽ വരും. അപ്പോൾ അതിനെ അദ്ദേഹം ആ രീതിയിൽ സേവ് ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ ഒരു ഗോൾഡൻ ബോൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും ഇമ്പോർട്ടൻസ് ആയി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ഫുട്ബോളിന് പോകുന്നത്. തീർച്ചയായും ഒരുപാട് പ്രതിഭകളുടെ ഒരു വരവ് കണ്ട ഒരു ലോകകപ്പ് കൂടിയാണ്. നമ്മൾ പല ഇതിഹാസങ്ങളും ഇറങ്ങിപ്പോകുന്നത് കാണുന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. ഇപ്പം മെസ്സി അവസാന അംഗത്തിനാണോ ഇറങ്ങുന്നത് എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. ലോകകപ്പിലെ അവസാന അംഗത്തിന് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇറങ്ങുന്ന. അടുത്തൊരു ലോകകപ്പിന് അദ്ദേഹം കളിക്കുമ്പോൾ ഒരുപക്ഷെ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 43 വയസ്സായിരിക്കും പ്രായം. റൊണാൾഡോയും മോഡ്രിച്ചും ഒക്കെ ഇത്തവണ അതോടൊപ്പം നെയ്മറും ഒക്കെ അവസാനിപ്പിക്കുന്നത് കണ്ടു. ഇതിഹാസ താരങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന കാര്യം ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സി വി പാപ്പച്ചൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. സി വി പാപ്പച്ചൻ, ഒരുപാട് ഇതിഹാസങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും വരുന്നതാണ് ഫുട്ബോളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും നമുക്ക് ആ തരത്തിൽ ഈ വരുന്ന പ്രതിഭകളൊക്കെ ഇതുപോലെ ഇതിഹാസങ്ങളായി ഉയരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? കളിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ റൊണാൾഡോ പറയുന്നത് അടുത്ത വേൾഡ് കപ്പിന് ഞാൻ എൻ്റെ മകനും കളിക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അത് നമ്മൾ പേപ്പർ ന്യൂസാണ്, മൊബൈൽ കാണുന്നതാണ്. അത് ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഹാരി കെയ്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 39ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് കളി നിർത്തണം, എനിക്ക് എന്നൊക്കെ പലർക്കും ആഗ്രഹങ്ങൾ വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പറഞ്ഞവരൊക്കെ കളി നിർത്തുമെന്നോ നമുക്ക് അറിയില്ല. കാരണം മെസ്സി സംബന്ധിച്ചോളം ഇപ്പോൾ ലീഗിൽ അവിടെ അമേരിക്കയിൽ പോയതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ധൈര്യം, അയാൾക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. കാരണം അയാൾ 3 വർഷമായിട്ട് ലീഗ് കളിച്ചത് അവിടെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ 4ാമത്തെ വർഷം ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പവർ ഗെയിമാണ്, സ്പീഡ് ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് സീനിയേഴ്സ് എന്തായാലും മാറി ഈ പറഞ്ഞ മാതിരി ട്രോള് കാണുന്ന മാതിരി ഒരു വണ്ടിയിൽ കയറി എല്ലാവരും പോകും. പക്ഷെ പുതിയ താരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രതീക്ഷ നൽകാനായിട്ട് തിരിച്ചു വരും. തീർച്ചയായും അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പുതിയ താരങ്ങൾ ഉയർന്നു വരും. എന്തായാലും ഇനി അധിക സമയമില്ല ഈ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് കാത്തിരിക്കാൻ. ഇനി 3.5 മണിക്കൂറോളം മാത്രമാണ് ആ സമയമുള്ളത്. വളരെ ആവേശത്തോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്, ലോകമാകെ കാത്തിരിക്കുകയാണ്. ലിയോണൽ മെസ്സി വേഴ്സസ് ലെമിൻ യമാൽ പോരാട്ടത്തിനായി, ആ ക്ലാസിക് ഫൈനലിനായി. ഇന്ന് ഈ ഫൈനൽ കൗണ്ട് ഡൗൺ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. അനസ് എടത്തൊടിക, CK ഷാനവാസ്, CB പാപ്പച്ചൻ 3 പേരോടും നന്ദി അറിയിക്കുന്നു.